ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിലിബറ്റ്സ് വേൾഡ്. ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോവാണ്. ശരിക്കും ആ പ്രാങ്ക് ചെയ്യാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മെസ്സേജ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജാണ്. ഞാൻ ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് 2-3 പേരെ വിളിച്ചറിയിച്ചില്ല എന്നുള്ള പരാതിയാണ്. കേൾക്കണം, നിങ്ങളിത് കേൾക്കണം. നമ്മളെയൊക്കെ വിളിക്കായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ഉദ്ഘാടനത്തിന് ഞങ്ങൾ വിളിക്കാത്തത് കൊണ്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യോടി. കണ്ടോ കേട്ടോ? അതൊന്ന് ഇനിയുണ്ട്. ആദ്യം നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങളൊന്നും വിളിച്ച പറഞ്ഞില്ലല്ലോ. ഞങ്ങളിപ്പോ നിനക്ക് ആരുമല്ലേ ഇവിടെ പോയതിനു ശേഷം അവോയ്ഡിങ്ങാ ഞങ്ങൾ എന്നും ഓർക്കാറുണ്ട്. എന്നിട്ട് നീ ഞങ്ങളെ ഓർത്തില്ലല്ലോ. നീ നിന്റെ കൂട്ടുകാരി വിളിച്ചോണ്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ കൂട്ടുകാരികളല്ലാതൊക്കെ അതെ, നീ മറന്നോ ഞങ്ങളെ? നമ്മളെ ഒന്നും വിളിച്ചില്ല, നമ്മളെ ഒന്നും അറിയിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, ഒന്ന് പറയായിരുന്നു. ഒരു തവണയെങ്കിലും ഒന്ന് പറയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ. ഞാൻ സബ്സ്ക്രൈബ് ഇല്ല, എല്ലാരും അറിയായിരുന്നു കേട്ടോ. നമ്മളൊന്നും അറിയിച്ചില്ല. ഇല്ല ചെയ്യില്ല. ഞാനേ ആദ്യം പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങളൊന്നും വിളിച്ചറിയിച്ചില്ല. അതെ, സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ. ഇല്ല സബ്സ്ക്രൈബ്. ആദ്യം പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞങ്ങളെ അറിയിക്കായിരുന്നു. അറിയാത്തോണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ല. ഒന്നും ലൈക്ക് പോലും ചെയ്യില്ല. ഞങ്ങളെ ഒന്നും അറിയിച്ചു. ഞങ്ങളെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇല്ല, ഒന്നും കാണില്ല. ഇനി ഒന്നും പറയണ്ട, മനസ്സിലായി. നമുക്കൊക്കെ രണ്ടാമതേ ഉള്ളൂ സ്ഥാനം. അതെ 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 അതെ. അപ്പോൾ ഇങ്ങനെ എനിക്ക് രാവിലെ മുതൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിമാരെ വിളിച്ചറിയിക്കാണ്ട് ഇവരെല്ലാവരും കുറേ പേര് ചേച്ചിമാരാണ്, കുറച്ച് പേര് ജൂനിയേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ഹോസ്റ്റലിലാണ്. ഞാൻ ഹോസ്റ്റലില്ല, എനിക്ക് ഹോസ്റ്റലാണ് പഠനമൊക്കെ കഴിഞ്ഞ വീട്ടിലാണ്. അപ്പോൾ ഇവരെ വിളിച്ചറിയിക്കലാണ് ഇന്നത്തെ ഡ്യൂട്ടി. വിളിച്ചറിയിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങനെ വിളിച്ചറിയിക്കുന്നില്ല, ചെറിയൊരു പ്രാങ്ക്. ഇതിൽ വേറൊരു ഫോണുണ്ട്, ആ നമ്പറിൽ നിന്ന് വിളിക്കാം. ശരിയാവുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പം അവർക്ക് മനസ്സിലാവുമായിരിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എല്ലാവരും സംസാരിക്കാം. മിക്കവാറും എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ആ ഹോസ്റ്റലിൽ ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ പ്രീകിച്ചെടുക്കുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം അശ്വതീച്ചിന്റെ ഫോണിലേക്ക് വിളിക്കാം. എനിക്ക് തോന്നുന്നു വേറെ വഴിയില്ല. ഹലോ, അശ്വതി മധു അല്ലേ? അശ്വതി മധു ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണല്ലോ കാണിക്കുന്നത്. വിളിച്ച് അത് ആക്ട് ചെയ്ത് അറിയാത്തത് മാതിരി നിക്കാവോ? ഓക്കെ, അറിയാത്തോല്ലേ? ശരിക്കും അശ്വതി മധു അല്ലേ? അശ്വതി മധു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടെന്നാണല്ലോ കാണിക്കുന്നേ. ഒരു ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, അങ്ങനെ കുറച്ച് സംഭവങ്ങള് ഉണ്ടല്ലോ. പക്ഷെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ എവിടെയാ താമസിക്കുന്നത്? ഇതിൽ അഡ്രസ് ഉണ്ട്. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാ. അപ്പോ അശ്വതി മതി ശരിക്കും യൂസ് ചെയ്യാത്ത സാധനങ്ങളാണല്ലോ ഓർഡർ ചെയ്തേക്കുന്നത്. അതെനിക്കറിയാം. ഹലോ, ഞാൻ ആദിത്യ AS ഫ്രം ട്രിവാൻഡ്രം. ഒരു കാര്യം, ഞാൻ ആദിത്യ. എല്ലാരെയും വിളിച്ചു കൂട്ട, ഹോസ്റ്റലിൽ എല്ലാരെയും വിളിക്കൂ. വിധി ചിലരെ വിളിക്ക്. എന്റെ എല്ലാ പ്രിയപ്പെട്ട ഹോസ്റ്റലിലുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടി കേക്ക്
സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് അന്ന് നിങ്ങളെ വിളിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ വിവരം അറിയിക്കാൻ സാധിച്ചില്ല. ആയതിനാൽ എനിക്ക് ക്ഷമ നൽകി എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ട സപ്പോർട്ടുകൾ നൽകി സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അത്രക്കൊന്നും വേണ്ട. അതെ, അപ്പൊ നിങ്ങൾ കൂത്താട്ടോളത്തിന് പോവാ? പോയിട്ട് വാ. അപ്പൊ ഇനി എല്ലാരും ചേർന്ന് ഒരു മറ്റേ സംഭവം പറഞ്ഞ ഒരു സൈൻ ഓഫ് പറഞ്ഞേ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഒരുമിച്ച് പറ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ഗൈസ്. പ്രാങ്ക് നല്ല രീതിക്ക് ഫ്ലോപ്പായി എങ്കിലും ബാക്കിയുള്ള സെറ്റായിട്ടുണ്ട്. സോ ബൈ.